ഇറാനിലെ മിനാബ് പ്രവിശ്യയിലുള്ള ഷജറെ തയ്യബ് എന്ന പെൺകുട്ടികളുടെ പ്രൈമറി സ്കൂളിനെ തകർത്തുകൊണ്ടായിരുന്നു യുഎസും ഇസ്രായേലും ഇറാനിൽ യുദ്ധം ആരംഭിച്ചത്. എന്നാൽ യുദ്ധത്തിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ ഈ ആക്രമണത്തിലെ തങ്ങളുടെ പങ്കിനെ യുഎസ് തള്ളിപ്പറഞ്ഞിരുന്നു. ഇറാന്റെ മിസൈലുകൾ ലക്ഷ്യം മാറിയെത്തിയതാണെന്നൊക്കെയായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ പൊങ്ങിവന്ന ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ. പക്ഷേ യുഎസിന്റെ എല്ലാ നുണക്കഥകളെയും പൊളിച്ചെടുക്കുന്ന അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. 2026 ഫെബ്രുവരി 28-നാണ് തെക്കൻ ഇറാനിലെ ഹോർമുസ്ഖാൻ പ്രവിശ്യയിലുള്ള മിനാബ് നഗരത്തിൽ ഈ ഒരു ദാരുണ സംഭവം നടക്കുന്നത്. ശനിയാഴ്ച രാവിലെ കുട്ടികൾ ക്ലാസുകളിലിരുന്ന് പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ മിസൈലുകൾ പതിച്ചത്. ഒന്നിനു പിറകെ ഒന്നായി 3 തവണ അവിടെ വലിയ സ്ഫോടനങ്ങൾ ഉണ്ടായതായി ദൃക്സാക്ഷികൾ സാക്ഷ്യപ്പെടുത്തിയത്. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം കുരുന്നുകളും സ്കൂൾ ജീവനക്കാരും ഉൾപ്പെടെ 168 മുതൽ 180 വരെ ആളുകളാണ് ഈ ദുരന്തത്തിൽ കൊല്ലപ്പെട്ടത്. ഇതിൽ ഭൂരിഭാഗവും 7-നും 12-നും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികളാണ് എന്നതാണ് ഏറ്റവും വേദനാജനകമായ കാര്യം. 100ഓളം പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഈ ആക്രമണം നടന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ച് ആദ്യഘട്ടത്തിൽ വലിയ തർക്കങ്ങൾ നിലനിന്നിരുന്നു. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും വ്യോമാക്രമണങ്ങൾക്കിടയിലാണ് ഇത് സംഭവിച്ചത് എന്നായിരുന്നു പ്രധാന ആരോപണം. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടക്കത്തിൽ ഈ ആരോപണം പൂർണ്ണമായും നിഷേധിക്കുകയാണ് ഉണ്ടായത്. ഇറാന്റെ തന്നെ മിസൈലുകൾ ദിശ തെറ്റി വീണതാകാമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പക്ഷം. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുറത്തുവരുന്ന അന്വേഷണ റിപ്പോർട്ടുകൾ ഈ ആക്രമണത്തിലെ യുഎസിന്റെ കൃത്യമായ പങ്കിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. BBC, ഗാർഡിയൻ, ന്യൂയോർക്ക് ടൈംസ് തുടങ്ങിയ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നടത്തിയ അന്വേഷണത്തിലും ഉപഗ്രഹ ചിത്രങ്ങളിലും വ്യക്തമാകുന്നത് ഇതൊരു അമേരിക്കൻ മിസൈൽ ആക്രമണമായിരുന്നു എന്നാണ്. അമേരിക്കയുടെ ടോമഹോക്ക് മിസൈലുകളാണ് സ്കൂളിൽ പതിച്ചതെന്ന് പ്രാഥമിക അന്വേഷണങ്ങൾ സൂചിപ്പിക്കുന്നു. സ്കൂളിന് തൊട്ടടുത്തുള്ള ഇറാന്റെ IRGC സൈനിക കേന്ദ്രത്തെ ലക്ഷ്യം വെച്ച മിസൈലുകൾ ലക്ഷ്യം മാറി വിദ്യാലയത്തിൽ പതിക്കുകയായിരുന്നു എന്നാണ് പെന്റഗണിൽ നിന്നുള്ള സൂചനകൾ വ്യക്തമാക്കുന്നത്. യുഎസിന്റെ പക്കലുള്ള ഔട്ട്ഡേറ്റഡ് ഇന്റലിജൻസ് അഥവാ കാലഹരണപ്പെട്ട വിവരങ്ങളാണ് ഈ വൻ ദുരന്തത്തിലേക്ക് നയിച്ചതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. വർഷങ്ങൾക്ക് മുൻപ് ഈ സ്കൂൾ കെട്ടിടം സൈനിക കേന്ദ്രത്തിന്റെ ഭാഗമായിരുന്നു. എന്നാൽ 2013-നും 2016-നും ഇടയിലുള്ള കാലയളവിൽ ഇത് സൈനിക ആവശ്യങ്ങളിൽ നിന്ന് വേർതിരിച്ച് ഒരു സ്കൂളായി മാറ്റിയിരുന്നു. ഇറാന്റെ ഔദ്യോഗിക രേഖകളിൽ ഇത് വ്യക്തമാണെങ്കിലും യുഎസിന്റെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ ഈ മാറ്റം മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടു. ലക്ഷ്യസ്ഥാനങ്ങൾ നിശ്ചയിക്കാൻ ഉപയോഗിച്ച ആധുനിക AI സംവിധാനങ്ങളും ഡ്രോൺ മാപ്പുകളും ഈ കെട്ടിടം ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായി മാറിയത് തിരിച്ചറിഞ്ഞില്ല. സൈനിക കേന്ദ്രമാണെന്ന് തെറ്റായി കണക്കുകൂട്ടി തൊടുത്തുവിട്ട മിസൈലുകൾ ചെന്ന് പതിച്ചത് നിരപരാധികളായ കുരുന്നുകളുടെ മുകളിലായിരുന്നു. ഇത് ആധുനിക യുദ്ധതന്ത്രങ്ങളിലെയും സാങ്കേതിക വിദ്യയുടെയും ഏറ്റവും വലിയ വീഴ്ചയായിട്ടാണ് അന്താരാഷ്ട്ര സമൂഹം വിലയിരുത്തുന്നത്. യുനെസ്കോയും വിവിധ മനുഷ്യാവകാശ സംഘടനകളും ഈ സംഭവത്തെ അപലപിച്ചിട്ടുണ്ട്. കുട്ടികളും വിദ്യാലയങ്ങളും യുദ്ധമുഖങ്ങളിൽ സംരക്ഷിക്കപ്പെടേണ്ടവയാണെന്ന് അന്താരാഷ്ട്ര നിയമങ്ങൾ കർശനമായി പറയുന്നുണ്ട്. എന്നാൽ സാങ്കേതിക പിഴവുകൾ എന്ന് പറഞ്ഞ് 180ഓളം ജീവനുകൾ ഇല്ലാതാക്കിയ നടപടിയെ ലഘൂകരിക്കാൻ സാധിക്കില്ല. യുദ്ധത്തിന് ഒരിക്കലും മാനുഷിക മുഖമില്ല എന്നത് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ സംഭവമെന്നും വിമർശകർ പറയുന്നു.